ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്ത് കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ നീതുവിന്റെ പ്രണയം അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതു ഹരീഷിന്റെ പോലെയൊന്നുമല്ല. അവളുടെ സ്നേഹം അവൾ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവളിപ്പോ ഹരീഷിന്റെ വർക്ക്ഷോപ്പിലൊക്കെ പോയി ഇരുന്നിട്ട് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വേറെ ഉദ്ദേശത്തിലാണ് അവിടെ പോയി ഇരുന്നത്. നമ്മളെ ഹരീഷിന്റെ കൂടെ ബൈക്കിൽ പോകണം എന്നാണ് ആളുടെ ആഗ്രഹം. എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് എനിക്ക് പോകാനുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി ഇപ്പോൾ കേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഹരീഷ് വേണം എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ആളവിടെ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ ഹരീഷിന് അതിനൊന്നും ടൈമില്ല. ആരെങ്കിലുമൊക്കെ കാണും, നിന്റെ അച്ഛൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഹരീഷ് ഷോ ഇടുന്നുണ്ട്. പക്ഷേ നീതു ആണെങ്കിൽ പറയുന്നത്, നിങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ പേടിച്ചാലോ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളെ സ്ഥിതി, അപ്പൊ നിങ്ങൾ എങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ ഹരീഷിനെ ഇങ്ങനെ നാണം കെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹരീഷ് ആണെങ്കിൽ കൊണ്ടുവിടാൻ പറ്റില്ല, ആളുകൾ കാണും, പിന്നെ അതുപോലെ തന്നെ അവൻ എന്തോ ഒരു പേടിയുള്ളത് പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അവിടെ ഒരു ആള് വണ്ടി നന്നാക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ആള് നമ്മളെ നീതുവിന് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പെണ്ണെന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. നീതു തിരിച്ചും നോക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ വണ്ടിയൊക്കെ റെഡിയായി അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹരീഷ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നീതുവിനെ അയാൾ ശ്രദ്ധിച്ച കാര്യം ഹരീഷ് പറയുന്നുണ്ട്, നീ ഒന്ന് എണീറ്റ് പോകുന്നുണ്ടോ, ആളുകളൊക്കെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, നീ ഒന്ന് പോകുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് പോകണമെങ്കിൽ എന്നെ ഡ്രോപ്പ് ചെയ്യണം, ഞാൻ പറഞ്ഞതില്ല എനിക്ക് പോകാനുണ്ടെന്ന്. അങ്ങനെ ഹരീഷ് ശല്യം സഹിക്കാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ നീതുവിനെ പുറകിലിരുത്തി ബൈക്കിന്റെ പുറകിലിരുത്തി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൾ പുറകിൽ രണ്ട് സൈഡിൽ കാലൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണോ ബൈക്കിൽ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഹരീഷ്. അന്നേരം നീതു പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് ബൈക്കിൽ ഇരിക്കാറ്, പിന്നെ ബസ്സിൽ പോകുന്ന പോലെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. എന്തായാലും ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ടിറ്റോയ്ക്കും ചന്തുവിനൊക്കെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ആളോടൊന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാ ഫ്രണ്ടിന്റെ വീട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണോ അതോ ഹരീഷിന്റെ കൂടെ ബൈക്കിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും ആളവിടെ കടയിൽ പോയിരുന്നതും സംസാരിച്ചതും വളഞ്ഞ കൈ പിടിച്ചതും ഒക്കെ ഈ ഹരീഷിന്റെ കൂടെ ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിയിൽ ഹരീഷിന്റെ തോളിലൊക്കെ കൈ വെക്കുന്നുണ്ട്. പക്ഷെ ഹരീഷിന് അതൊക്കെ ഒരു ഇറിറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. വേറൊന്നും കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ ഹരീഷിനെ അവളുടെ വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കും. എന്തായാലും ഹരീഷ് തട്ടി മാറ്റുന്നുണ്ട്. പക്ഷെ നീതു വീണ്ടും അവിടെ കൈ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പിന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇതൊന്നും ഹരീഷിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഹരീഷ് അവളുടെ കൈ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷെ അവൾ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരീഷിനാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ നേരെ നോക്കി വണ്ടി ഓടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് സുഖിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്തായാലും ഹരീഷിന്റെ മനസ്സ് കുറച്ചും കൂടി ഒന്ന് കീഴടക്കാൻ വേണ്ടിയിട്ടും പിന്നെ നീതുവിന്റെ ഓരോ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് നീതു എന്തായാലും. പക്ഷെ ഹരീഷിനെ സംബന്ധിച്ച് അവന് ഇത് ഭയങ്കര പേടിയായിട്ടുള്ള കാര്യങ്ങളാട്ടോ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ വീട്ടുകാരെ പേടി, ആളുകൾ കാണും എന്നുള്ള ഭയം എല്ലാം ഉണ്ട് അവനെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഹരീഷ് നീതു പ്രണയം ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ വെയിറ്റ് ചെയ്ത് കാണട്ടോ. അപ്പൊ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം. ബൈ.